നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 8ാം ഭാവം ആണല്ലോ. 8ാം ഭാവമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അഷ്ടമഭാവം ഒരു മോക്ഷത്രികോണത്തിൻ്റെ ഭാവം ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ആദ്യകാല ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. ധർമ്മത്രികോണം, അർത്ഥത്രികോണം, കാമത്രികോണം, മോക്ഷത്രികോണം എന്നിങ്ങനെ 4 ഭാവങ്ങളെ 3 ഭാവങ്ങളെ വേദം തിരിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ മോക്ഷത്രികോണം എന്ന് പറയുന്നത് 4ാം ഭാവവും ഒരു വ്യക്തിയുടെ ജാതകത്തിലെ 4ാം ഭാവവും അതിൻ്റെ ത്രികോണ ഭാവങ്ങളുമാണ്. 4ൻ്റെ 5ആയ 8ാം ഭാവവും 4ൻ്റെ 9ാം ഭാവമായിട്ടുള്ള 12ാം ഭാവവും ചേർന്നിട്ടാണ് മോക്ഷ ത്രികോണം എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ സഞ്ചിത പ്രാരാബ്ധങ്ങളെ തീർത്ത് ബോധം ശുദ്ധാവസ്ഥയിലേക്ക് പരമാവസ്ഥയിലെത്തി ചക്രങ്ങളാകുന്ന ജനനമരണങ്ങളാവുന്ന ചക്രങ്ങളുടെ അടിസ്ഥാന കാരണം തന്നെ ചിന്തകളാണ്. ചിന്തകളുടെ ഉറവിടം നിസ്സംഗതയില്ലായ്മയാണ്. നിസ്സംഗത എന്ന് പറയുന്നത് പരമസത്യത്തിൽ തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്നതാണ്. പരമസത്യത്തിൽ തിരിച്ചറിഞ്ഞാൽ നിസ്സംഗതയുണ്ടാകും, മോഹങ്ങളെല്ലാം ക്ഷയിക്കും. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. 4ാം ഭാവം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു കോൺഷ്യസ് ഭാവമാണ്. ശരിക്കും ലോജിക്കൽ മൈൻഡ് എന്ന് പറയുന്നത് 3ഉം 4ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ സുഖം, നമ്മുടെ കംഫോർട്ട് സോണാണ്. 4th ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സുഖം, സ്വസ്ഥത, നമ്മുടെ കംഫോർട്ട്, ഇതെല്ലാം വാസ്തവത്തിൽ 4ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. 4 എന്ന് പറയുന്നത് അമ്മയാണ്. ഒരാളുടെ വളരെ ചെറുപ്പത്തിൽ ഭൂരിപക്ഷം ആൾക്കാർ അമ്മ തന്നെയാണ്, അല്ലെങ്കിൽ വീട് തന്നെയാണ് കംഫോർട്ട്. ഇപ്പോൾ എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാലും ലാസ്റ്റ് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് എൻ്റെ കംഫോർട്ടാവുന്നത്. അവിടെ സുഖമില്ലാത്തതും സ്വസ്ഥതയില്ലാത്തതും ഒക്കെ വേറെ, പക്ഷേ നമ്മുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കംഫോർട്ട് പറയുന്നത് 4ാം ഭാവമാണ്. നമ്മുടെ കംഫോർട്ട് വരണമെങ്കിൽ നമുക്കൊരു സുഖം കിട്ടണം, അല്ലേ? നമുക്കൊരു സ്വസ്ഥതയും സുഖമൊക്കെ കിട്ടണം. അത് 4ാം ഭാവമാണ്. സുഖഭാവമാണ്, പരദേവതാഭാവമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭൗതികപരമായിട്ട് നമ്മൾ കാണിക്കുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ രീതികൾ, നമ്മൾ ആൾക്കാരുമായി സഹകരിക്കുന്ന രീതികൾ, നമ്മുടെ തറവാട് ദേവതകൾ, നമ്മുടെ പാരമ്പര്യം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ 4ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ 5ാം ഭാവമാണ് 8ാം ഭാവം എന്ന് പറയുന്നത്. അതെങ്ങനെ 4ാം ഭാവം നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളത് അതിൻ്റെ 5ഉം 9ഉം ഭാവങ്ങൾ വരുന്നു. ഇപ്പോൾ 4ാം ഭാവവും 5, 9 ഭാവമായിട്ടുള്ള അഷ്ടമഭാവവും 12ാം ഭാവത്തിൻ്റെ ബന്ധം പൂർവ്വജന്മത്തിൻ്റെ ഒരുപാട് വിഷയങ്ങളെ നമുക്ക് പറയാൻ പറ്റും. അപ്പം 4ാം ഭാവം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആന്തരികമായൊരു മനസ്സിൻ്റെ അവസ്ഥയാണ്. എന്നാൽ കുറച്ചും കൂടി പോയാൽ 5ാം ഭാവം എന്ന് പറയുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ധർമ്മമാണ്. ഒരു വ്യക്തി സോളിൻ്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്ത് നിൽക്കുന്ന അയാളുടെ ഇൻഹെറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാക്കിയത് പുതുക്കി പണിയാൻ പറ്റില്ല, നശിപ്പിച്ച് കളയാനും പറ്റില്ല. ഉദാഹരണത്തിന് ഒരാളുടെ 5ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേച്ചർ, അയാളുടെ പ്രജ്ഞാമേധ, വിവേകശക്തി എന്നൊക്കെ പറയുന്ന രീതികൾ, അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയാൽ, ജന്മസിദ്ധമായി നമ്മൾ പറയത്തില്ലേ ജ്ഞാനഭാവമാണ്, ആ ജ്ഞാനം കിട്ടിയാൽ അത് മായ്ച്ചു കളയാൻ പറ്റില്ല. അത് ആ സോളിലുള്ളതാണ്, സുഹൃതം കൊണ്ട് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ 3ഉം 4ൻ്റെയും കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതുമാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഗുണവും നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദോഷമാവാനും സാധ്യതയുള്ളതാണ് 3ഉം. പക്ഷേ 5ാം ഭാവം എന്ന് പറയുന്നത് വേണമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഈ ചിത്തം, ബുദ്ധി, അഹങ്കാരം, മനസ്സെന്ന് പറയുന്ന മനസ്സിൻ്റെ 4 ഭാവങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായിട്ട് വരുന്ന ചിത്തത്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ചിത്തത്തിനുള്ളിലെ കുറേ ഭാവങ്ങൾ, അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അത് കിടക്കും. ഇപ്പോൾ അഹങ്കാരം വേണമെങ്കിൽ 3ാം ഭാവമായിട്ട് കണക്ട് ചെയ്യാം, ബുദ്ധിയും വേണേൽ 5ഉമായിട്ട് കണക്ട് ചെയ്യാം,
അഹംബോധം, ചിത്തം, ബുദ്ധി, അഹങ്കാരം, മനസ്സെന്ന് പറയുന്ന സുഖം ചിന്തിക്കുന്ന മനസ്സിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മനസ്സെന്ന് പറയുന്ന ഭാഗം വേണം 4-ാം ഭാഗമായിട്ട് കണക്ട് ചെയ്യാം. ഇത് വാസ്തവത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കത്തില്ല. ഇത് മൂന്നും കൂടി എപ്പോഴും ചേർന്ന് തന്നെ ആയിരിക്കും ഒരു വ്യക്തിയുടെ സ്വഭാവം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 12-ാം ഭാവം മോക്ഷഭാവമാണെങ്കിൽ ആ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു പരിവർത്തനം ആവശ്യമാണ്. പരിവർത്തനം എന്ന് പറയുന്നത് അഷ്ടമമാണ്. 4 എന്ന് പറയുന്നത് ജനിച്ച സ്ഥലം, ജനിച്ച ചുറ്റുപാടുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കംഫോർട്ടിൽ നിന്നും നമ്മളെ പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ഭാവമാണ് അഷ്ടമഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 4ഉം 8ഉം കൂടെ ബന്ധം വരുമ്പം ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും മാറി താമസിക്കണം, അല്ലെങ്കിൽ മാറി ചിന്തിച്ച് അയാൾ രക്ഷപ്പെടുകയും വീട്ടിൽ നിന്ന് മാറിയ ശേഷം അയാൾ രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു തകർച്ചയിൽ നിന്നും തൻ്റെ കംഫോർട്ട് സോണിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ വീടിന് വേണ്ടി, തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ഇറങ്ങി പുറപ്പെട്ട് വലിയൊരു പരിവർത്തനത്തിന് വിധേയമാവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതെല്ലാം പ്രാരാബ്ധം തന്നെയാണ്, പ്രാരാബ്ധം ഒടുക്കുന്നതാണ്. നമ്മുടെ നിയന്ത്രണത്തിനല്ലാത്ത ഇൻഎസ്കേപ്പബിൾ കർമ്മ എന്ന് പറയും. നമ്മുടെ നിയന്ത്രണത്തിനല്ലാത്ത, നമുക്കൊരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത കർമ്മഫലങ്ങൾ തരുന്ന ഭാവമാണല്ലോ 8-ാം ഭാവം എന്ന് പറയുന്നത്. അവിടെ 4 എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളാണ്, നമ്മുടെ സുഖമാണ്. എല്ലാവർക്കും അസ്വസ്ഥത അല്ലെ വിഷമം എന്നൊക്കെ പറയുന്നത് എന്താണ്? സുഖമില്ല, മനസ്സിനൊരു സ്വസ്ഥതയില്ല, അല്ലെങ്കിൽ സുഖമില്ല, ഇല്ല. മനസ്സെന്ന് പറയുന്നത് 4-ാം ഭാവമാണ്. ചിത്തം, ബുദ്ധി, അഹങ്കാരം, മനസ്സെന്ന് പറയുന്ന മനസ്സിൻ്റെ 4 ഭാഗങ്ങളിലൊന്ന് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുക. അഹംബോധം 3-ാം ഭാവം കൊണ്ട്, ധൈര്യം, വീര്യം, ദുർബുദ്ധി, പരാക്രമം ഒക്കെ 3ആയതുകൊണ്ട് ലോജിക്കലാണ്. അത് കുറച്ചും കൂടി 3-ാം ഭാവമാണ്. എന്നാൽ നിശ്ചയാത്മിക ബുദ്ധി, അത് ബുദ്ധി, മേധ എന്ന് പറയുന്നത് 5-ാം ഭാവമാണ്. അത് അയാളുടെ ക്വാളിറ്റിയാണ്. ചിത്തം എന്ന് പറയുന്നത് അയാളുടെ ഉള്ള്, സർഗാത്മകമായിട്ട് കിട്ടുന്ന വാസനകൾ, ദൈവദത്തമായിട്ടുള്ള കഴിവുകൾ, പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃതങ്ങളുടെ ഫലമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം 5-ാം ഭാവമാണ്. ഇങ്ങനെ ഈ 3 ഭാവങ്ങളിവിടെ ചേർന്നാണ്. ഈ 5-ാം ഭാവം കുറച്ചും കൂടി സറ്റിലാണ്, സബ് കോൺഷ്യസ് ലെവലിലേക്കാണ് 5th ഹൗസ് വരുന്നത്. 4th ഹൗസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി പുറത്തേക്ക് വന്ന ഒരവസ്ഥയാണ്. 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ലോജിക്കൽ ബ്രെയിനാണ്. നമ്മുടെ മൈൻഡിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഏതുപോലെയാണോ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് തരുന്നത്, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് നമ്മുടെ സാഹചര്യങ്ങൾ എത്രത്തോളവും തരുന്നു, അതിനനുസരിച്ച് നമ്മുടെ 3-ാം ഭാവം ആണ് അതിൻ്റെ പ്രതികരണം. ആ ഒരു റെസ്പോൺസ് പറയുന്നത് 3-ാം ഭാവമാണ്. കുറച്ചുകൂടെ ഗ്രോസ് ലെവലിലാണ് അതിൻ്റെ. എന്നാൽ 4-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സെറ്റിൽ ലെവലിലേക്കും, 5-ാം ഭാവം വരുന്ന സമയത്ത് പൂർണ്ണമായും അതൊരു സെറ്റിൽ ലെവലിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരാളുടെ സ്വഭാവത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പം ഇയാൾ ജനിച്ച് വളർന്ന സാഹചര്യം കൊണ്ടാണ് അയാൾ ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെ ആയിപ്പോയെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഇഷ്ടമുള്ള 5-ാം ഭാവത്തിൽ ഇന്നൊരു ഗ്രഹം നിന്നാൽ, അല്ലെങ്കിൽ ലഗ്നാധിപനമായി 5-ാം ഭാവത്തിൻ്റെ ഒരു സ്വാധീനം വന്നാൽ, ഇപ്പം പുള്ളി ഇഷ്ടമുള്ളതാണെങ്കിൽ ഏത് നാട്ടിൽ ജനിച്ചാലും പുള്ളിയുള്ള ഭക്ഷണങ്ങളോടായിരിക്കും അയാൾക്കൊരു താല്പര്യം. പക്ഷേ 3-ാം ഭാവമായിട്ട് അത് ബന്ധപ്പെടുന്നെങ്കിൽ അയാൾ ജനിച്ചു വളർന്ന നാട്ടിൻ്റെ ഭക്ഷണ രീതികളോടായിരിക്കും അതിന് ഇഷ്ടപ്പെടുന്നത്, അയാളുടെ ഇഷ്ടങ്ങൾ വരുന്നത്. കാരണം 3 എന്ന് പറയുന്നത് പൂർണ്ണമായും ജനിച്ച് വളർന്ന സാഹചര്യങ്ങളോടും ആ കാലഘട്ടത്തിൽ ഇതാണ് സൂപ്പറെന്ന് പറയുന്നതിനോടൊക്കെ ആയിരിക്കും. ഇപ്പം കുറേ കാലം മുമ്പ് ബർഗറും അല്ലെങ്കിൽ KFC പോലുള്ള കമ്പനികളിലൊക്കെ പോയിട്ട് ബർഗറും ഒക്കെ കഴിച്ച് കൂട്ടത്തിൽ പെപ്സിയോ കൊക്കക്കോളയോ ഒക്കെ കഴിച്ച് ഒരു കുടിച്ച് ഡ്രിങ്ക്സൊക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ, ഇപ്പോൾ 2025, 2026 കാലഘട്ടത്തിലൊക്കെ ഷുഗർ കട്ടിൻ്റെ ഭാഗമായിട്ടും ഫാസ്റ്റ് ഫുഡ് ലൈഫ് അസുഖങ്ങൾക്ക് കാരണമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ കുറച്ചുകൂടെ മാറ്റിയിട്ട് കുറച്ച് ഓർഗാനിക് ഫുഡിലേക്കൊക്കെ ആൾക്കാർ തിരിയുന്നൊരു സമയമാണ്. കേരളത്തിൽ അത് വളരെ പതുക്കെ വരത്തുള്ളൂ, പക്ഷേ അത് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നേ മതിയാവും. കാരണം അടുത്ത 10 വർഷത്തിനുള്ളിൽ വ്യാഴത്തിൻ്റെ അതിചാരം തീരുമ്പോഴത്തേക്ക്, 2033 തീരുമ്പോഴത്തേക്ക് കേരളം തീർത്തും ഒരു വളരെ ശക്തമായിട്ടുള്ള, വളരെ ചെറുപ്രായത്തിലുള്ളവർക്ക് തന്നെ ധാരാളം രോഗങ്ങളുള്ള ഒരു സ്ഥലമായി മാറും. ഇത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കാം കോർപ്പറേറ്റ്സൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു 6000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് ഈ ചെറിയ ഒരു കേരളത്തിൽ
ആശുപത്രി മേഖലകളിൽ, ഹോസ്പിറ്റൽ മേഖലകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം അവർക്കറിയാം ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതി, ഇപ്പോഴത്തെ രീതികൾ, ഇപ്പോഴത്തെ ഒരു ധിക്കാര സ്വഭാവം. ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് പറയുന്നത്, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ ഒരു തരത്തിലുള്ള ചേർച്ചയില്ലാത്ത പല സാധനങ്ങളും ഒരുമിച്ച് മിക്സ് ചെയ്ത് കുഴച്ച് അത് കാണിച്ച് അത് സൂപ്പറാണെന്ന് പറഞ്ഞാൽ വൈറൽ ഫുഡാണ്. ഒരാഴ്ച ഒരു വിഷയം വൈറലായാൽ അത് കഴിക്കാൻ നോക്കും. അത് കഴിയുമ്പോൾ അടുത്ത ആഴ്ച ഇങ്ങനെ കഴിക്കും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, ഇത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകളെ കുറിച്ചൊന്നും ആർക്കും ഒരു ധാരണയില്ല. വാസ്തവത്തിൽ അതൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യവും കൂടിയാണ്. അത് ഉദരം എന്ന് പറഞ്ഞാൽ വയറ്റിലേക്ക് ഫുഡ് ചെല്ലുമ്പം അത് നടക്കുന്ന പ്രവർത്തികളും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ അവെയർ ആവുക എന്നുള്ളതാണ്. പണ്ടത്തെ കാലത്തെ ആൾക്കാർക്ക് ഇന്നത്തെ മോഡേൺ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവർക്ക് അവരുടെ ശരീരത്തെക്കുറിച്ചും അവരുടെ സാഹചര്യത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും നല്ല ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് അവർ ഫുഡ് കഴിക്കുന്നത്. ഒരു കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വലിയ ഡെഫിഷ്യൻസികളോ, ഒരു ദിവസം മനുഷ്യൻ ഇത്രയും മിനറൽസും ഇത്രയും പ്രോട്ടീനും ഇത്രയും സാധനങ്ങളും ഉണ്ടെങ്കിലേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് പലപ്പോഴും അസുഖങ്ങൾക്ക് അത്രീഭൂതരായി പോകുന്നത്. അപ്പോൾ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാന്ദർഭികവശാൽ പറഞ്ഞാണ്, ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കണം, നമ്മളെ മനസ്സിലാക്കണം. അതിനുശേഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ഡോക്ടർ വേണം, നിങ്ങളുടെ സ്നേഹമുള്ള അടുപ്പമുള്ള ഒരു ഡോക്ടർ വേണം. എന്നിട്ടൊരു തീരുമാനം എത്തിയ ശേഷം വേണം. അവർക്ക് മനുഷ്യത്വവും കൂടെ ഉണ്ടായിരിക്കണം. ഫാമിലി ഡോക്ടർ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെയൊക്കെ ഫാമിലിയിലുള്ള ഡോക്ടർമാരല്ലേ ഏകദേശം നമ്മളെപ്പോലൊക്കെ തന്നെ ആയിരിക്കില്ല. അതുകൊണ്ട് കൂട്ടത്തിൽ നല്ലൊരാളെ വേണം എടുക്കാൻ, മനുഷ്യത്വമുള്ള ഒരാളെ വേണം എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ അവർ നോക്കിയിട്ടത് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. ഭയം പെടുത്തിയും പലതരത്തിലുള്ള മാർക്കറ്റിങ്ങുകൾ തന്നും അധികം താമസിയാതെ നല്ലൊരു ശതമാനം ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് മീഡിയാസ് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ അടുത്ത സമയത്ത് ഒരു പേപ്പർ കണ്ടിരുന്നു, മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അതിനകത്ത് പറയുന്നുണ്ട് 99% ആൾക്കാരിലും ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നിയത് പൂർണ്ണതയില്ലാത്ത മനുഷ്യന് അവൻ്റെ ശരീരത്തിലും എവിടെയെങ്കിലുമൊക്കെ ഒരു അപൂർണത ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് അവനൊരു ദോഷം ഉണ്ടാവില്ല. പക്ഷേ പുതിയ എക്യുപ്മെൻറ്റുകൾ കൊണ്ട്, ഡയഗ്നോസ്റ്റിക് ടൂളുകൾ കൊണ്ട് മൊത്തവും നിരീക്ഷിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്തിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് എന്നും അതും ഇതുമൊക്കെ എഴുതി കൊടുത്ത് ആ ഫിയർ, മരണം എന്ന് പറയുന്ന മനുഷ്യൻ്റെ 8ാം ഭാവമല്ലേ, മരണം എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭയമുള്ളൊരു ഏരിയ. അപ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്ത് കോടികൾ സമ്പാദിക്കാൻ പോകുന്ന നമ്മളെപ്പോലുള്ള ഒരു മിഡിൽ ക്ലാസ്സിനെയാണ് ആയിരിക്കും. കേരളത്തിൽ കൂടുതലും മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. 100 രൂപയ്ക്കും 200 രൂപയ്ക്കും 500 രൂപയ്ക്കും 600 രൂപയ്ക്കും ക്ലിനിക്കുകളിൽ ചെറിയ പനിക്കും തലവേദനയ്ക്കും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന നമ്മൾ ഒരു ചെറിയ പനി വരുമ്പോൾ ആവി പിടിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വീട്ടിലെ റെമഡീസൊക്കെ ചെയ്ത് മാറിക്കൊണ്ടിരുന്ന നമ്മൾ, ഫുഡ് നിയന്ത്രിച്ചൊക്കെ മാറിക്കൊണ്ടിരുന്ന നമ്മൾ, ഇനി ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം പോയാൽ 5000, 6000, 7000 ഒക്കെ ആവുന്ന രീതിയിലേക്ക് മാറാൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് അത് ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് യൂണിയൻസ് അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. നല്ലവരായ ഒരുപാട് മനുഷ്യർ അതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ പൊളിറ്റിക്സ് എന്തെങ്കിലും അതിനകത്തുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഒബ്സർവർ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പം ഒരു വലിയ ഹബ്ബായിട്ട് ഇത് മാറും. അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല, അത് വാസ്തവത്തിൽ അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. നമ്മളൊക്കെ കുറച്ച് അഹങ്കാരികളായ മനുഷ്യരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. നമുക്ക് എല്ലാം അറിയാം, നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ് എന്നുള്ള, നമ്മൾ അതിപ്രബുദ്ധരാണെന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ പറഞ്ഞാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള മനുഷ്യരെല്ലാം പൊട്ടന്മാരാണെന്നും ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ളത് നമ്മളാണെന്നും ഒക്കെ ഉള്ളത്. വാസ്തവത്തിൽ അത് കേരളം വിട്ടു പോകണം. ഇന്ത്യയിലെ പല സ്ഥലങ്ങൾ പോകണം, ഇന്ത്യക്ക് പുറത്ത് പോകണം, പലതരത്തിലുള്ള മനുഷ്യരെ കാണണം, ഇടപെടണം. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ നാട് ഒന്നുമല്ല. നമ്മളും വാസ്തവത്തിൽ അറിവില്ലാത്ത, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരു മിനിമം വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മളതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതല്ലാതെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരുപാട്
നമ്മളെക്കുറിച്ച് നമ്മളെ ജീവിതത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടതിന് ഒരുപാട് പിന്നിലാണ് നമ്മളിപ്പോഴും. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ യാത്രകൾ ചെയ്യണം, യാത്ര ചെയ്ത് പല മനുഷ്യരെ കാണണം. ഇത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ട് ഇടണമെന്നുണ്ടാവില്ല, ചിലപ്പോൾ എന്നെയും ചീത്ത വിളിക്കും. പക്ഷേ എന്ത് വേണേലും പറഞ്ഞു ഒരു കുഴപ്പമില്ല. പക്ഷേ യാത്രകൾ ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങണം, പല മനുഷ്യരെ കാണണം, പലരുമായിട്ട് ഇടപെടുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നിങ്ങളെ സ്വാധീനിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത് തേർഡ് ഹൗസ്, മൂന്നാം ഭാവത്തിൻ്റെ ഇതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലോജിക്കൽ ബ്രെയിനാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ പൂർണ്ണമായും മൂന്നാം ഭാവവുമായിട്ട് കണക്ട് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയായിരിക്കും പലതും ചെയ്യുന്നത്. നിങ്ങളെ പെട്ടെന്ന് തന്നെ ഇൻഫ്ലുവൻസേഴ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എല്ലാ കോർപ്പറേറ്റ്സും ഫണ്ട് ഇറക്കി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഈ ഭാഗമായിരിക്കും. ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റിൽ ഒരു ശുദ്ധി എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവുന്നത് ഈ തേർഡ് ഹൗസിൻ്റെ, അതായത് മീഡിയ വഴിയാണ്. മീഡിയയാണ് കമ്മ്യൂണിക്കേഷൻ, മൂന്നാം ഭാവം വഴിയാണ്. അപ്പം നിങ്ങൾക്കിത് കാണുമ്പം നിങ്ങളുടെ ലോജിക്കിന് ഇത് കറക്റ്റാണെന്ന് തോന്നുമ്പം നിങ്ങളുടെ ചിന്ത ശരിയാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. വാസ്തവത്തിൽ കുറച്ചും കൂടി കൂടുതലായി പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ, കുറച്ചുകൂടെ ഗിമ്മിക്സാണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഗിമ്മിക്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കുറച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, കളഞ്ഞിട്ട് പോകും. മനസ്സിലായി? വളരെ ജെന്യുവിനായിട്ട് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഈ ഇതുകൊണ്ട് ഗുണമാകത്തുള്ളൂ. ഇത് മൂന്നാം ഭാവമാണ്. എത്രയൊക്കെ മാറ്റി പറഞ്ഞാലും അത് മൂന്നാം ഭാവമാണ്. ആ ജെന്യുവിനിറ്റി വരണമെങ്കിൽ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിന് നല്ല ബലവും വേണം, വ്യാഴത്തിനും ബലവും വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് മൂന്നാം ഭാവമാണ് ഒരാളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കൊണ്ട് സ്വാധീനിക്കുക. അപ്പം നമ്മളെപ്പോഴും ലോജിക്കൽ ബ്രെയിനിൽ നിന്ന് മാറി നാലിലേക്കും നമ്മുടെ കംഫോർട്ടിലേക്കും സുഖത്തിലേക്കും ചിന്തിക്കണം. സൊസൈറ്റി പലതും പറയും, പല കാര്യങ്ങളും ഉണ്ടാകും. അതിൽ നിന്ന് വേണ്ടതെടുത്തിട്ട് ആ ധൈര്യം, വീര്യം, ദുർബുദ്ധി, പരാക്രമം ഇത്യാദി വിഷയങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് ഉൾവലിഞ്ഞ് ഫോർത്തിലേക്ക് നമ്മുടെ കംഫോർട്ട്, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ വീട്, നമ്മുടെ ഫാമിലി, നമ്മുടെ ഇതൊക്കെ അങ്ങനെയൊക്കെ നോക്കുന്നത് വളരെ മോശമാണ്. എന്നത് കാര്യം പറഞ്ഞാൽ എന്തിനാ ഫാമിലി മാൻ ആവുന്ന, ഫ്രീഡം അല്ലേ വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ആ തേർഡ് ഹൗസിൽ നിന്ന് ഫോർത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഓവർ ഫ്രീഡം ആകുമ്പം ഫോർത്തിൻ്റെ 12 അത് മൂന്നാം ഭാവമാണ്. 4 നശിക്കും. മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ കംഫർട്ട്, നമ്മുടെ വീട്, നമ്മുടെ സുഖം ഇത്യാദി. ഈ സുഖം മാത്രമായിട്ട് നോക്കുന്നത് സ്വാർത്ഥതയെന്നാണ് പറയുന്നത്. അങ്ങനെ സ്വാർത്ഥരായിട്ടല്ല, നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അത് ഫോർത്ത് ഹൗസാണ്. നമ്മുടെ കാര്യം നമ്മൾ നോക്കില്ല, പിന്നെ ആര് നോക്കും? ചുറ്റുപാടുള്ളവർ നോക്കുമോ? അങ്ങനെയല്ല. നമ്മുടെ വീടും ചുറ്റുപാടുകളും നമ്മുടെ കാര്യങ്ങളും നമുക്ക് വേണ്ടതും നമ്മുടെ അസറ്റ്സും ഇതെല്ലാം ഫോർത്ത് ഹൗസാണ്. അപ്പം അവിടെ ഓവർ ബുദ്ധിയും ഓവർ കോൺഫിഡൻസും ഓവർ ഫ്രീഡം ഒക്കെ ചിന്തിച്ചാൽ എന്താ, 4ൻ്റെ 12ാം ഭാവമാണ് 3. അങ്ങനെ മൂന്നാം ഭാവം ഒരുപാട് അതിലെ കാരകത്വങ്ങൾ ഒരുപാട് ആക്ടിവേറ്റ് ആകുമ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പം 4 നശിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെയാണ് 5ാം ഭാവത്തിൻ്റെ കാര്യങ്ങൾ. 5ൻ്റെ 12ആണ് 4. അപ്പോൾ ഓവറായിട്ട് പ്രണയം അല്ലെങ്കിൽ അതിലേക്കൊക്കെ കൂടുതലായിട്ട് പോയി മനസ്സിൻ്റെ അങ്ങ് ഒരുപാട് പോകുമ്പം 4ാം ഭാവം കംഫോർട്ട് നശിക്കും. ക്രിയേറ്റിവിറ്റി 5ആണ്. 5ലേക്ക് ഒരുപാട് ഇറങ്ങി ചെല്ലുമ്പോൾ ചിലപ്പോൾ 4 കംഫോർട്ട് കുറഞ്ഞാൽ മാത്രമേ 5 വിജയിക്കത്തുള്ളൂ. അപ്പോൾ ഇതിന് 2 വശമുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ. ഒരുപാട് ശ്രദ്ധിക്കണം, ഒരുപാട് ശ്രദ്ധയോടുകൂടി ഇരിക്കുകയും വേണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ 8ാം ഭാവം തരുന്നത് പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്ത് പോലെ തന്നെ പാരമ്പര്യമായി വരുന്ന രോഗങ്ങൾ 8th ഹൗസാണ്. 4ൻ്റെ 5ാം ഭാവമാണ്. 4ൻ്റെ 5 എന്ന് പറയുമ്പോൾ 4ൻ്റെ ധർമ്മം, പൂർവ്വപുണ്യമാണ്. കുടുംബത്തിൻ്റെ പൂർവ്വ കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ. എന്നോട് പലരും ചോദിക്കാനുണ്ട്, ഈ പൂർവികർ ചെയ്ത ദുരിതത്തിൻ്റെ ഫലമാണോ ഈ അനുഭവിക്കുന്നുള്ളത്? അപ്പം 4ാം ഭാവവും 5ാം ഭാവവും തമ്മിലുള്ള ബന്ധമാണ് അതിനെ നോക്കേണ്ടത്. പാരമ്പര്യമായി വരുന്ന രോഗങ്ങൾ. ഇപ്പം 8ാം ഭാവാധിപനും 6ാം ഭാവാധിപനുമായിട്ട് ഒരുമിച്ച് യോഗം ചെയ്ത് 4ലോ അല്ലെങ്കിൽ 4ാം ഭാവത്തിൻ്റെ നക്ഷത്രത്തിലോ 4ാം ഭാവവുമായിട്ടോ യോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരമ്പര്യ രോഗം വരും. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ശാപതാപങ്ങൾ വരും. സമ്പത്തുണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ തലമുറയിലേക്ക് വരുമ്പോൾ, നിങ്ങളിലേക്ക് വരുമ്പോൾ അത് നാശത്തിന് കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ചില ആൾക്കാരുടെ ജാതകത്തിൽ സർപ്പശാപങ്ങൾ കാണും.
സർപ്പശാപം എന്ന് പറയുമ്പോൾ കാവ് തീണ്ടുന്നത് മാത്രമല്ല, ഈ അതുകൊണ്ട് 4-ാം ഭാവം രാഹുവായിട്ട് യോഗം ചെയ്ത് 8-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് 6-8-12 പോയാൽ പൂർവികമായിട്ട് ഉള്ള കാവുകളും കുളങ്ങളും ഒക്കെ തീണ്ടി നശിപ്പിച്ച് അതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് അവരുടെ ആവാസ വ്യവസ്ഥയെ മൊത്തം നശിപ്പിച്ച്, അല്ലെങ്കിൽ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുക, അതുപോലെ തന്നെ സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ ജീവിതം നശിപ്പിക്കുക, അതേപോലെ തന്നെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെയോ പുരുഷന്മാരെയോ തിരിച്ചു യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട്, യൂട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട്, രഹസ്യമായിട്ടുള്ള യൂട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ടൊക്കെ കിട്ടിയിട്ടുള്ള ശാപതാപങ്ങൾ അടുത്ത തലമുറകളിലേക്ക് വരും. അപ്പം അങ്ങനെയുള്ള ശാപതാപങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവരായിരിക്കും അടുത്ത തലമുറകളിലേക്ക് വരുന്നത്. അപ്പം ഇതൊക്കെ ദുർഘടമായിട്ടുള്ള കർമ്മബന്ധങ്ങളാണ്, അതായത് ഇൻഎസ്കേപ്പബിൾ കർമ്മങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നൊന്നും മാറാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ സുഹൃത കർമ്മങ്ങളുടെ പ്രാധാന്യം എന്ന് പറയും. 8th ഹൗസിന് 4th ഹൗസുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിതൃക്കളെയും അതുപോലെ തന്നെ ശാപതാപങ്ങൾ, കുടുംബത്തിൻ്റെ ശാപതാപങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പാരമ്പര്യ രോഗങ്ങൾ, അത് പല തരത്തിലുള്ള രോഗങ്ങൾ, ചിലപ്പോൾ മാനസിക രോഗമാകാം, അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പാരമ്പര്യ രോഗങ്ങൾ വരാം. അപ്പം അതിനു വേണ്ടി സുഹൃതങ്ങൾ ചെയ്യുകയും വേണം. നിങ്ങളുടെ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഭാവത്തിലൂടെ ശനി എന്ന് പറയുന്ന ഗ്രഹം ഗോചരവശാൽ നോക്കണം. അതായത് 4, 8, 12 ഭാവങ്ങളിൽ 8-ാം ഭാവം നിൽക്കുന്ന രാശിയിലൂടെ ശനി ഗോചരവശാൽ കടന്നു പോകുന്ന കാലം എന്ന് പറയുന്നത്, അത് ചിലപ്പോൾ കണ്ടകശനി അഷ്ടമശനി ഒന്നും അല്ലെങ്കിൽ തന്നെയും ശനി ഗോചരവശാൽ ആ വഴി കടന്നു പോകുന്ന കാലയളവിൽ ഈ കർമ്മങ്ങൾ എരിഞ്ഞു തീരാനുള്ള അനവധി സാഹചര്യങ്ങൾ വരികയും ചെയ്യും. ഈ കാലയളവിൽ രാഹുവിൻ്റെ ദശയോ അപഹാരമോ, കേതുവിൻ്റെ ദശയോ അപഹാരമോ, രാഹുർദശയിൽ രാഹുവിൻ്റെ അപഹാരമോ, കേതുർദശയിൽ കേതുവിൻ്റെ അപഹാരമോ വന്നാൽ ഡെസ്റ്റിനി മാറി മറിയും. നിങ്ങൾ അതുവരെ പോയ ട്രാക്കിൽ നിന്നും മാറി ജീവിതം മാറി മറിയുകയും ചെയ്യും എന്നുള്ളത് അനുഭവമാണ്. പരീക്ഷിച്ച് നോക്കിക്കോളൂ, പഠിച്ചോളൂ, ഉറപ്പായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഞാൻ കർമ്മം എന്ന കാർമിക് ലിങ്ക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാന്ദർഭികവശാൽ ഈ അടുത്ത സമയത്ത് മനസ്സിലൂടെ കടന്നുപോയ ചില കാര്യങ്ങളും കൂടെ പറഞ്ഞു. അത് ഒരു അവയർനെസ് പോലെ പറഞ്ഞതാണ്. കാരണം ഇപ്പോൾ 2-3 ദിവസമായിട്ട് ന്യൂസുകളും എനിക്കറിയാവുന്ന പലയിടത്തും ഒക്കെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പം അറിയാവുന്ന ഡോക്ടർമാരുടെ അടുത്തൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോഴൊക്കെ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്കാണ് അത് പോകുന്നത്. വേറൊന്നുമല്ല, കോർപ്പറേറ്റുകളിലേക്ക് ഈ ഹോസ്പിറ്റലുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പം വളരെ വില കൂടിയ എക്യുപ്മെൻറ്റുകളും കാര്യങ്ങളുമൊക്കെ അതിലേക്ക് വരുമ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഇത് ഇടുന്നത്. അപ്പം ഡോക്ടർമാർക്ക് ഇപ്പം തന്നെ ടാർഗറ്റ് ഉണ്ട് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും. അപ്പം അത് കൂടുമ്പം ഡോക്ടർമാർ നിർബന്ധിതരാകും പലതും ചെയ്യാൻ. അത് ഫണ്ട് മാത്രം നോക്കുന്ന ഡോക്ടർമാരാണെങ്കിൽ ഇപ്പോൾ കൂടുതലും, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള, അവരെ പഠിപ്പിക്കുന്ന പല സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. എനിക്കറിയാവുന്ന മെഡിക്കൽ കോളേജിൽ പ്രൊഫസർമാരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും BBSയിലേക്ക് വരുമ്പോൾ തന്നെ അവർ കുറച്ച് എലൈറ്റ് ഗ്രൂപ്പാണെന്നുള്ളൊരു ഞെളിയുണ്ട്, കുറച്ചൊന്നും ഞെളിയും. കാരണം ആ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ അവരെ വളർത്തും, നിങ്ങൾ സംതിങ് ഡിഫറെൻ്റ് ആണെന്ന്. ഇപ്പോൾ അത് മാത്രമല്ല, പണ്ട് അത്രയേ ഉള്ളായിരുന്നു. റെസ്പെക്റ്റ് കിട്ടുന്നൊരു ഗ്രൂപ്പിൽ പെടുന്നതാണ് ഞങ്ങൾ. അതുകൊണ്ട് ഡോക്ടർ ഗ്രൂപ്പുകൾ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ട് ബെൻസ് വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ലക്ഷറി വണ്ടികൾ, അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ടാർഗറ്റ് പോലെ. അപ്പം പല ഡോക്ടർമാരും പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടാവും, നിങ്ങൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് പഠിക്കും, നന്നായിട്ട് രോഗികളെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു മനുഷ്യനാണെന്ന് പോലും, തന്നെപ്പോലൊരു ജീവനാണ് മുന്നിൽ ഇരിക്കുന്നതെന്ന് പോലും ഉള്ള ഒരു മരവിപ്പ് പോലെയാണ് പലരും ഇടപെടുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ പറയാൻ പറ്റില്ല അതങ്ങനെയാണ്. എന്നാൽ അതിനുള്ളിൽ നല്ല ഒരുപാട് മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ വളരെ സീനിയറായിട്ടുള്ള ഒരാൾ പറഞ്ഞ ഒരു ഡയലോഗാണ്. പക്ഷേ എനിക്കിതൊന്നും പൊതുവേദിയിലോ ഒന്നിലും പറയാനൊക്കില്ല ജിനേഷ് ജി. പിന്നെ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചങ്ങ് പോവുക. കാലത്തിൻ്റെ
പുള്ളി കുറച്ച് സ്പിരിച്വൽ ആയതുകൊണ്ട് ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ ഒരു ഇതായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളി ആ വിഷയം അവസാനിപ്പിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു ഞെട്ടലിൽ 8ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവും കൂടെ ആണ് ഞാൻ സംസാരിച്ചതെന്നുള്ളത് കൊണ്ട് തന്നെ കാർമിക് ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. 3ാം ഭാവത്തിൻ്റെ കർമ്മഫലത്തിൻ്റെ ദുരീകരണത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഏറ്റവും വലിയ കാര്യം, അഹംബോധം കുറച്ച് ചുറ്റുപാടുമുള്ളവരെല്ലാം ശരിയാണ്, സയൻറ്റിഫിക്കാണെന്ന് പറയുന്ന എല്ലാ കാര്യം ശരിയാണോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് 4ാം ഭാവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടേതായ ജീവിതവും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഒരു കംഫർട്ട് പ്ലേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് 5th ഹൗസിലെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ 5ാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രജ്ഞാ, മേധ, വിവേകശക്തി, ഉപാസനാഭാവമാണ്, പൂർവ്വപുണ്യഭാവമാണ്. ഈ ഭാവത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ 8ാം ഭാവത്തിൻ്റെയൊക്കെ ദോഷങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഇല്ലെങ്കിൽ എന്താ അറിയോ, ഈ 8ാം ഭാവത്തിൽ അല്ലെ 8ലെ ഗ്രഹം അല്ലെ ശനി നിൽക്കുന്ന രാശിയിലൊക്കെ ശനി വന്നു പോകുന്ന സമയത്ത് ലഗ്നാൽ അഷ്ടമഭാവം എന്ന് പറയുന്ന 4ൻ്റെ 5ാം ഭാവമാണ് മനസ്സ് ശുദ്ധമാവാൻ വേണ്ടിയിട്ടുള്ള ഇന്നെസ്കേപ്പബിൾ കർമ്മങ്ങൾ അനുഭവിക്കും. കർമ്മങ്ങൾ ഇരിഞ്ഞു തീരുമ്പം അത് ഓവർകം ചെയ്യാൻ ഈശ്വരാനുഗ്രഹമില്ലെങ്കിൽ ആൾ വീണുപോകും. കുറേ വർഷങ്ങളെടുക്കും അതിൽ നിന്ന് തിരിച്ചു കയറാൻ. വേറൊരാളായി വരുമ്പോഴും ആ പഴയ രീതിയിലേക്ക് പോകാതെ പുതിയ ഒരു ജന്മത്തിലൂടെ തുടർന്ന് പോവാൻ കഴിയണമെങ്കിൽ അസാധ്യമായിട്ടുള്ള ഈശ്വരാനുഗ്രഹവും മനസുഖവും സ്വസ്ഥതയും വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചിറ്റൂളങ്ങര കുംഭഭരണിയാണ്. അപ്പോൾ ഭഗവതിയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.